അപ്പോൾ മച്ചാന്മാർ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക, ഫിഷ് ഫ്രൈ ആണ്. എന്താണ് ഫിഷ് എന്ന് പറയുക നിങ്ങൾക്ക് സംഭവം? ഫിഷ് പറയുന്ന കരിമീനാണ് നമുക്ക് കിട്ടിയില്ലത്. കരിമീൻ അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൈ ആണ്. ഇന്ന് വരെ ചെയ്യാത്ത അടിപൊളി മസാല കൂട്ടായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫ്രൈ എടുക്കാൻ പോകുന്നത്. അതിന് നമ്മൾ നന്നായിട്ട് ഇതൊക്കെ കേകി എടുത്തിട്ടുണ്ട്, സംഭവം നന്നാക്കിയിട്ടുണ്ട്. കരിമീൻ നന്നാക്കണം എങ്ങനെയെന്നല്ല എല്ലാവർക്കും അറിയിക്കില്ല. അപ്പോൾ അതിന് വേണ്ട അടിപൊളി മസാല കൂട്ടം ഉണ്ടാക്കുന്ന ആദ്യം നമുക്കത് എന്താ പറയുക വേണ്ടത്. ആദ്യം നമുക്ക് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളകിൻ്റെ പൊടി, പിന്നെ വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ട ആദ്യം. പിന്നെ നമ്മൾ ഇതിന് സീക്രട്ടായിട്ടൊരു മസാലക്കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഇഞ്ചി, പിന്നെന്താ പച്ച കുരുമുളക്, അതുപോലെ എന്തൊക്കെ വേണ്ട, ഉള്ളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളിയൊക്കെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്ത് അത് മിക്സിയിലിട്ട് അടിക്കുക. ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, പിന്നെ എന്താ വേണ്ടത്, വെളുത്തുള്ളി, ഇതൊക്കെ പാടെ നന്നായിട്ട് മിക്സിയിട്ട് ജാറിലിട്ട് അടിപൊളിയായിട്ട് മസാല ആക്കി എടുത്ത് അതൊക്കെ പാടെ ഇതിക്കിട്ട് മിക്സ് ആക്കിയിട്ടും മീനിൻ്റെ പുരട്ടി വെക്കണം. സംഭവം എത്ര അരമണിക്കൂർ 15 മിനിറ്റ് വെച്ചിട്ട് സംഭവം ഫ്രൈ ചെയ്തെടുക്കുക. സംഭവം എങ്ങനെയെന്നല്ല വീഡിയോ ഫുള്ളായിട്ട് കാണുക. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന സംഭവം. ഈ മസാലക്കൂട്ടിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം സംഭവം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് വരി. എന്നിട്ട് ഇതുപോലെ ഫിഷ് കൊണ്ടൊന്ന് ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവർക്കും കൊടുത്തു നോക്കൊണ്ട്. പിന്നെ നീച്ച് പോവില്ല, മീൻ കഴിച്ചിട്ട്, പൊരിച്ച മീൻ കഴിച്ചിട്ട് നീച്ച് പോവില്ല. അത്ര അടിപൊളി ടേസ്റ്റാണ് സംഭവം ഈ മസാലക്കൂട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ മച്ചന്മാർ നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടത് ചട്ടി ഗ്യാസുമൊക്കെ എടുത്ത് വെക്കുക, അല്ലെ അടുപ്പത്തൊക്കെ എടുത്ത് വെക്കുക. അതാ വെളിച്ചെണ്ണ ചിത്രം വരയണ പോലെ പാരുന്ന് കൊടുക്കുക. സംഭവം ചൂടായി വരുമ്പോൾ നമ്മളെ മസാല തേച്ച് വെച്ച മീനുണ്ടല്ലോ, അത് എണ്ണയ്ക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ചീറൊരു സൗണ്ട് ഉണ്ടാവും. അപ്പം തന്നെ നമുക്ക് ആ മീനിൻ്റെ സ്മെല്ലിങ്ങനെ അടിച്ച് വരും മൂക്കത്തേക്ക് മക്കളെ. അപ്പം അടിപൊളിയാണ് സംഭവം. എന്തായാലും പരീക്ഷിച്ച് നോക്കിക്കോളും. ഫിഷ് ഫ്രൈ തെരഞ്ഞ് നടന്ന് നിങ്ങൾ കുഴങ്ങണ്ട. നിങ്ങൾ നേരെ നമ്മളെ വീഡിയോ കണ്ടോളി, ചെയ്തോളി. സംഭവം അടിപൊളിയാണ്, ആർക്കും ഇഷ്ടപ്പെടും സംഭവം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക, അല്ലെങ്കിൽ കരിഞ്ഞ് മുരിഞ്ഞ് പോവും സംഭവത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഫിഷ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വരാം മക്കളെ. അപ്പോൾ ഓക്കെ, ബൈ.